ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസ്റ്റ് ഓഫീസാണ്. യാത്രകളുടെ അതിരുകളില്ല ലോകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ നോർത്തേൺ പ്രൊവിൻസ് ആയിട്ടുള്ള നോർത്തേൺ കേപ്പ് എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്. ഇന്നലെ രാത്രി ഒത്തിരി മഴയും പിന്നെ ഇരുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് നിന്ന് സ്റ്റേ ആണിത്. അപ്പോൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഒരു അക്കോമഡേഷൻ എടുക്കുന്നത്. ഒത്തിരി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ലാസ്റ്റ് 2 ദിവസമായിട്ട് ഒത്തിരി മഴയായിരുന്നു. യു ഓൾറെഡി ബ്ലോക്ക് ദ ഡ്രൈവിംഗ് സീറ്റ്. താങ്ക് യു. അതായത് വി ഹാവ് എ ലക്ഷറി ഓഫ് ഹാവിങ് വസീം. പുള്ളി പിന്നെ ഡ്രൈവിംഗ് കൈകാര്യം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം നമുക്ക് ഓൾ സെറ്റ് റെഡിയാണ്. വണ്ടിയുടെ കോലം കണ്ടു. വണ്ടി നമുക്ക് കേപ്പ് ടൗൺ എത്തിയിട്ട് വേണം ഇനി ഒന്ന് കഴുകാൻ വേണ്ടി. മേഡം എന്ത് ചെയ്യുന്നു നോക്കട്ടെ. നമ്മുടെ ഡാലി ഓൾ സെറ്റ് റെഡി. പോവാം. ജസ്റ്റ് ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഇതുപോലെ വസീമിന് ഒരു റൂം ഉണ്ടായിരുന്നു. ഇത് പിള്ളേർക്ക് ഇവിടെ 2 വേറെ മുറി ഉണ്ടായിരുന്നു. അതുകൂടാതെ ടോയ്ലറ്റും ഫെസിലിറ്റിയും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റേ ആയിരുന്നു. വസീമിൻ്റെത് ഇതുപോലെ ഡബിൾ ബെഡ് മാത്രമുള്ളൊരു മുറിയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. കീ ഒന്ന് റിസപ്ഷനിൽ കൊടുത്തിട്ട് നമുക്ക് വിടാം. അപ്പം ഇത് സ്ട്രീറ്റിൻ്റെ സെൻറ്ററിലോട് ചേർന്നൊരു നമ്മളിപ്പോൾ വന്ന വഴിക്ക് കണ്ട സ്ട്രീറ്റുകളൊക്കെ പോലെ തന്നെയുള്ള ഒരു സ്ട്രീറ്റാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 600 കിലോമീറ്റർ 800 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ കുറച്ചധികം ഓവർലാൻഡേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓൾ സെറ്റ് റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അക്രോസ് ദ റോഡ് ട്രിപ്പ്. അക്രോസ് ദ റോഡ്. അങ്ങനെ നമ്മൾ നിന്ന ഹോട്ടൽ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ, ക്ലഫീനിയ. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നാഷണൽ പാർക്കുണ്ട്. അവിടെയാണ് സെപ്റ്റംബറിൽ വരുന്നവർക്ക് നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാം. ഇതിപ്പം ഹാൻഡം മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ. വാട്ട് എ ബ്യൂട്ടിഫുൾ ചർച്ച്. ദെയർ ഈസ് എ വൺ നൈസ് ചർച്ച് ഇൻ ക്ലഫീനിയ. അങ്ങനെ ഈ പള്ളി മാത്രമല്ല, ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൂടി കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ടൗൺ സെലക്ട് ചെയ്തത്. വേറെ ഒന്നുമല്ല, വേൾഡിലെ ബിഗ്ഗസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഈ ടൗണിലാണ്. ക്ലിഫീനിയ എന്ന് പറയുന്ന ഈ ടൗണിലാണ്. അത് ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇതല്ലേ? ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇത് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പിൽ കണ്ടു ഈ ഫ്ലവർ കണ്ടോ? ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് ലോകത്തുള്ളവരെല്ലാം പോസ്റ്റലായിട്ട് നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ ഇവിടെ ഒരു വലിയ നാച്ചുറൽ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കും. ഈ പ്രദേശമെല്ലാം പൂക്കളാൽ മൂടപ്പെടും. അപ്പോൾ അത് കാണാൻ വേണ്ടി പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങോട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് അയക്കുവാണെങ്കിൽ ഈ പുറത്ത് കാണുന്ന ഈ ഫ്ലവർ പോലെ, അതായത് ഇവിടുത്തെ ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുണ്ട്. ആ സ്റ്റാമ്പ് പിന്നെ ഹാൻഡായിട്ട് കൈകൊണ്ട് അടിച്ചുണ്ടാക്കിയിരിക്കുന്ന സ്റ്റാമ്പാണ്. അത് നിങ്ങളുടെ പോസ്റ്റലിൽ നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഇത് 1995 ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത്രയും പിന്നെ വേൾഡിലെ ബിഗ്ഗസ്റ്റ് പോസ്റ്റ് ഓഫീസാക്കി മാറ്റിയത്. അത് വേറെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത ഒരു മൂവാണ്. ഒരു സൂപ്പർ ക്യൂട്ട് ലിറ്റിൽ ടൗൺ കേട്ടോ. ഇവിടുത്തെ ഈ കാറുകളും എന്തെല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ സൗത്ത് ആഫ്രിക്ക സന്ദർശിക്കാൻ വരുന്നവരാരും ഈ പ്രദേശത്തേക്ക് അങ്ങനെ വരാറില്ല. പക്ഷേ ഈ പൂക്കളും ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയം നോക്കി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കുറേ യുണീക്കായ കാര്യങ്ങൾ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ഞങ്ങളുടെ പുറകിൽ കാണുന്നത്. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ടൗൺ ആട്ടോ ഇതിന് ക്ലഫീനിയ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഇന്നർ ടൗണുകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവാണ്. നല്ല രസമായിട്ട് വെച്ചേക്കുന്നു കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു കുഞ്ഞ് ഗ്രാമാന്തരീക്ഷം. റോഡ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നമ്മുടെ ഡേറ്റ് റോഡിലെത്തി. ഇവിടെ നല്ല ഒരു 4x4 ട്രയലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ക്ലെയിൻ വില്യം എന്ന് പറയുന്ന ടൗൺ ലക്ഷ്യമാക്കിക്കൊണ്ട് പൊടിപാറുന്ന റോഡുകൾ. പൊടിപാറും അല്ല കേട്ടോ, ഇപ്പം മഴ പെയ്ത് പൊടി മാറി ചെളി പാറുന്ന റോഡുകളാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്രയധികം മഴയുള്ള ഒരു രാജ്യമല്ല സൗത്ത് ആഫ്രിക്ക. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വിൻ്റർ പണിയാവൂലോ ഈ റോഡ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ?
ഡാർലി ഒന്നും മിണ്ടുന്നില്ല. യാത്ര തീരാൻ പോകുന്നതിന്റെ വിഷമാണോ? എങ്ങനെയുണ്ടായിരുന്നു? എത്രയും ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ആളൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഒക്കെ ഉണ്ടായിരുന്നോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു അല്ലേ? രാത്രിയിലുള്ള യാത്രകളൊക്കെ പേടിയുണ്ടായിരുന്നോ? ചെറിയ പേടി അല്ലേ? നല്ല പേടിയായിരുന്നു ആദ്യത്തെ ദിവസം അല്ലേ? ഫസ്റ്റ് ക്യാമ്പും പിന്നെ പോയ സ്ഥലവും ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ശരിക്കും നരകത്തിൽ തന്നെയല്ലേ കൊണ്ടുപോയി ഞങ്ങള്. അല്ലേ? ആദ്യം പക്ഷെ ലൈറ്റ് ആയിട്ടായിരുന്നു തുടങ്ങേണ്ടത്, എന്നിട്ടായിരുന്നു പേടി തരുന്നത് അല്ലേ സത്യ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അത് കഴിഞ്ഞ് വന്ന രാത്രിയിലുള്ള ഡ്രൈവുകളൊന്നും നിങ്ങളെ പേടിപ്പിച്ചില്ലല്ലോ. അത് പറയുമ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമായല്ലോ. ഇനി മൊത്തത്തിൽ ഇങ്ങനെയുള്ള ട്രിപ്പിൽ ഇങ്ങനത്തെ നൈറ്റ് ഡ്രൈവും ഇങ്ങനെ ഇപ്പൊ കണ്ട പോലത്തെ അഡ്വഞ്ചറും സ്ലിപ്പറി ആ മോഷൻ ഇതൊക്കെ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഒത്തിരി ചലഞ്ച് കൂടുതൽ വരാൻ കാരണം ഞങ്ങൾക്ക് കണ്ടിന്യൂസ് സെക്കൻഡ് സ്റ്റേജ് ട്രിപ്പിന്റെ സെക്കൻഡ് സ്റ്റേജിൽ കണ്ടിന്യൂസ് റെയിൻ കിട്ടുന്നുണ്ടായിരുന്നു. റെയിൻ വന്നു കഴിയുമ്പോൾ ഈ റോഡിന്റെയൊക്കെ സ്വഭാവം ഒത്തിരി മാറുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് കിട്ടുന്ന വണ്ടി സ്കിഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ നമ്മളൊക്കെ പോകുന്നത് ഇങ്ങനെ കാട്ടുവഴിയൊക്കെ ആയതുകൊണ്ട് സ്കിഡ് ആയാലും കൂടിപ്പോയാലും ഈ റോഡിന്റെ പുറത്തോട്ട് പോയി തന്നെ നിൽക്കുകയുള്ളൂ. ഓപ്പോസിറ്റ് പോയി വണ്ടിയിൽ ഇടിക്കുവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്നാണെങ്കിലും എപ്പോഴും ഒരു മെമ്മറബിൾ ഓർമ്മകളായി മാറിയല്ലേ നമുക്ക് ഈ വീഡിയോസ്. നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു ഓർമ്മയായിട്ടുള്ളോ നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയല്ലോ, ഇതുകൊണ്ട് ഇങ്ങനത്തെ വഴികളിലൂടെയൊക്കെ പോയല്ലോ എന്നുള്ള സംഭവം. ഇതുണ്ടോ ഒരു പാട്ടിന്. ഓ, ഇത് വലിയൊരു ക്ലിഫാണ്. യു ഹാവ് ടു ബി കെയർഫുൾ നൗ ഹിയർ. ഓക്കെ, ദിസ് ഈസ് വെരി സ്ലിപ്പറി. ദെൻ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. സോ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു നോട്ടർ. നമുക്ക് കയറ്റങ്ങൾ കയറുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങുന്ന സമയത്ത് ചെളിയും ഇത് നല്ല സ്റ്റീപ്പാണ്. Wasim, you have to be careful. There's a bucky. You have to be 4x low, because there's a bucky in the. You can see the parts there in the valley, the two piece, yeah. So, and yeah, especially when it's slippery, we don't want to take chances. So we don't want to miss. Okay, yeah, this is a dangerous pass. മഴ വന്നുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും നമുക്ക് കുറച്ച് എഡ്ജ് കൂട്ടി പിടിച്ച് പോവാം. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു ഡ്രൈവ് തന്നെയാണ്. എവിടെ നോക്കിയാലും താഴെ വണ്ടികളുടെ പാർട്സാണ് കിടക്കുന്നത്. അങ്ങ് താഴേക്ക് കിടക്കുന്ന വണ്ടിയുടെ പാർട്സ് ഇവിടെയും കിടപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചാണ് പോകുന്നത്. വണ്ടി സ്ലിപ്പറി ആയതുകൊണ്ട് ഞങ്ങൾ നിർത്തി റോഡ് സിറ്റുവേഷനൊക്കെ നോക്കി ആരെങ്കിലും ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത് അല്ലേ? യു ഹാവ് ടു ബി ജസ്റ്റ് കോൺഷ്യസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. ചെളി മയമാണ്, മൊത്തത്തിലൊരു ചെളി മയമാണ്. ഓക്കെ, എന്നാണെങ്കിലും ഈ മൗണ്ടൻ പാസ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യൂ ഒക്കെ വരുന്നുണ്ട്, വാട്ടർഫോൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വസീം, ലെറ്റ്സ് ഗോ. യു ഫൈൻ. അങ്ങനെ മെല്ലെ പാസിന്റെ താഴോട്ട് വരുവാണ്. വെതറൊക്കെ കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്, ക്ലൗഡിനെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ റോഡ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് അധികം സ്പീഡിലല്ല, നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒത്തിരി ലോങ് ഡ്രൈവിന് ശേഷം നമുക്ക് കുറച്ച് സിവിലൈസേഷൻ്റെ സിമ്പിൾസ് എല്ലാം കാണാൻ തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് ഹൗസുകളും പിന്നെ ഫാം ഹൗസുകളൊക്കെ കാണാൻ തുടങ്ങി. എല്ലായിടത്തും മഴ പെയ്ത് നല്ല ചെളി വെള്ളം നിറഞ്ഞു കിടക്കുക. റോഡ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പം കുറച്ച് സ്ലിപ്പറിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. Finally, we are entering back to Western Cape, your homeland. നമ്മൾ ഒത്തിരി ഹോംലാൻഡിൽ കൂടെയൊക്കെ പോയി അല്ലേ? ഈസ്റ്റേൺ കേപ്പ്, പല ഹോംലാൻഡിൽ കൂടെയൊക്കെ പോയി. അവസാനം ഞങ്ങൾ താമസിക്കുന്ന വെസ്റ്റേൺ കേപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വെസ്റ്റേൺ കേപ്പിൻ്റെ സിമ്പിളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരവാനും ക്യാമ്പിങ്ങും ഒക്കെയാണ് ഇവിടുത്തെ കൾച്ചർ.
നമ്മൾ വെസ്റ്റേൺ കേപ്പിലേക്ക് ഇവിടെ കയറിയ പാടെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അവർ റോഡ് നന്നായിട്ട് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ചെടിയിലൊക്കെ കമ്പുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ സമ്മറിൻ്റെ അവസാനമാണ് തുടങ്ങിയത്. ഇപ്പം ഓട്ടത്തിലേക്ക് കയറിയ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഫൈനലി നമ്മൾ ടാർ റോഡിലേക്ക് കയറുവാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല റോക്കി ഫോർമേഷനാണ്. ബട്ട് മിസ്റ്റ് വന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ലോങ് വിഷൻ ഇല്ല, പക്ഷെ അടുത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. വാവ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സീഡർബർഗ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയും. റോക്കി ഫോർമേഷന് ഫേമസ് ആയിട്ടാണ്. ഇവിടെ ഈ ബുഷ്മാൻ ആർട്ടും അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് വന്നിട്ട് നമുക്കൊരു ഹൈക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും വെസ്റ്റേൺ കേപ്പ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീട് പിടിക്കാനുള്ള തിരക്കായും തോന്നുന്നു. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. നല്ല ഒരു സ്കൈയൊക്കെ നല്ല, ഇവിടെ ക്ലൈമറ്റ് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ടാർ റോഡും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് സീഡർബർഗ് മൗണ്ടൻസിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പം ഞങ്ങൾ ഈ കടന്നു പോകുന്നത് സീഡർബർഗ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയും. ഇത് റോക്ക് ക്ലൈംബേഴ്സിൻ്റെയും ഈ പറഞ്ഞ മൗണ്ടൻ ഹൈക്കേഴ്സിൻ്റെയൊക്കെ ഒരു പാരഡൈസ് ആണ്. അങ്ങനെയുള്ളവർ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഈ ട്രിപ്പിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഒന്നാമത് ഒരു റെയിനി വെതറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വിട്ടിട്ട് ഇത്രയും ദിവസമായല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലേക്ക് എത്തിയാൽ കൊള്ളാമെന്നുള്ള മൂഡ് എല്ലാവർക്കും വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ഒരു അടുത്ത ട്രിപ്പിലേക്ക് നമുക്കത് കൺസിഡർ ചെയ്യാം, അടുത്ത പ്രാവശ്യം നമുക്കത് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞേക്കാം. എന്നാണെങ്കിലും ഇതുണ്ട്, വെതർ കണ്ടോ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വെതറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം എടുക്കും. പിന്നെ എല്ലാവർക്കും ഇച്ചിരി തണുപ്പും മടിയൊക്കെ പിടിച്ചേക്കും. അപ്പോൾ അടുത്ത ട്രിപ്പിൽ ഞാൻ ഈ ഭാഗം ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് ഇവിടെ വരാം. മാത്രമല്ല ഹൈക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വെതർ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് തെളിയും, അത് കഴിയുമ്പോഴേക്കുന്നുണ്ട്. ഇപ്പം ആ റോക്കി ഫോർമേഷൻ പോലും കാണാത്തത്രയും ഫോഗ് വന്ന് മൂടി. അതുകൊണ്ട് തന്നെ എന്താ മൊത്തത്തിൽ കവർ ചെയ്തു. പിന്നെ ഇത് ഇച്ചിരി ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏരിയ ആണ്. മുമ്പിലൊരു വണ്ടി പോകുന്നത് ജസ്റ്റ് ഒരു മിന്നായം പോലെ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ വെട്ടം മാത്രമേ കാണത്തുള്ളൂ. എന്നാണെങ്കിലും കുഴപ്പമില്ല. എന്തെല്ലാം ടെറൈനിലൂടെയാണ് നമ്മൾ ഒരു ദിവസം തന്നെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള. സൂര്യൻ തെളിഞ്ഞു വരുമ്പോഴേക്ക് നല്ല മൗണ്ടൻസ് ഒക്കെ നമ്മുടെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വെസ്റ്റേൺ കേപ്പിലെ ക്ലെയിൻ വില്യംസ് എന്ന് പറഞ്ഞ ടൗണിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. മഴയൊക്കെ പെയ്ത് ഇവിടെ എല്ലാം ഓറഞ്ചിൻ്റെ തോട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. റൈറ്റ് സൈഡിലെല്ലാം ഓറഞ്ചിൻ്റെ തോട്ടങ്ങളാണ് കാണുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു തോട്ടത്തിൽ കയറാമല്ലേ ഡാർലി? അതെ, എല്ലാവർക്കും ഹൈക്കിങ് മടിയല്ലേ, കള്ളന്മാര്. തണുപ്പ് തോന്നുന്നുണ്ട്, പിന്നെ മഴ സ്ലിപ്പറി ആയിരിക്കുമല്ലോ. അതെ. ക്ലെയിൻ വില്യം എന്ന് പറയുന്ന ടൗൺ നമ്മളിങ്ങനെ പഴയൊരു ടൗണാണ്, ഫാമിംഗ് ടൗൺ തന്നെ. എന്തിടാ കാണിച്ചടാ മാംഗോയാ? നമ്മൾ കണ്ടിട്ടില്ലല്ലേ അധികം ഡാർലി ഇവിടെ. ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ മാംഗോ കാണുന്നേ? ആണോ സിയാനെ? വേണോ മാംഗോ? സിയാന് മാംഗോ വേണോ? നിന്റെ നല്ല അഡ്വഞ്ചർ ഡേറ്റ് റോഡിൽ കൂടെ അങ്ങ് ചാടി പോയതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന റോഡ് അത് പറഞ്ഞപ്പോ കണ്ടോടാ, ഡയറക്റ്റ് റോഡാണ്. അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും നിങ്ങളെ ഒരു ഫാം കാണിക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ ആൻഡ് സീ എനി ഓഫ് ദ ഫാം അറ്റ്ലീസ്റ്റ്. എങ്ങോട്ട് നോക്കിയാലും ഫാംസ് ആണ്. നമുക്ക് ഇത് മാംഗോടെ അടിപൊളി ഫാം കേട്ടോ. വൗ, ഗോവ.
Okay. This one doesn't have a fence. Come. Yeah. What is that? പേരയ്ക്ക. Perica. Ah. Perica. Perica pot. Take the yellow one. But that's the same one. the same one. Yeah. Okay, go. Okay. Rather now, you must come and here. സംഭവം മഴ കടുക്കുവാണ്. വണ്ടിയാണെങ്കിലും റോട്ടിൽ നിന്നൊക്കെ സ്ലിപ്പായി പോകുന്ന ഭയങ്കരമായിട്ട്. അപ്പം ഇനിയിപ്പം ഞങ്ങൾ വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഞങ്ങൾ മെല്ലെ കേപ്പ് ടൗൺ ലക്ഷ്യമാക്കി പോവുകയാണ്. നല്ല മഴയും റോഡ് മൊത്തം നല്ല ചെളിയും ആയി മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ഓഫ് റോഡിൽ കളിക്കുന്നത് ശരിയല്ല. ഇനി കഴിയുന്നത്രയും ടാർ റോഡ് തന്നെ കയറി നമുക്ക് ഏറ്റവും പെട്ടെന്ന് വീടെത്താൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട കേപ്പ് ടൗൺ അല്ല, തിരിച്ചു വരുമ്പോഴേക്കും നല്ല സമ്മറിൻ്റെ ഇതൊക്കെ മാറി വിൻ്ററിൻ്റെ മൂഡിലേക്ക് വരുവാണ്. അവിടെ ടേബിൾ മൗണ്ടൻ ഇപ്പം നമുക്ക് ഇവിടുന്ന് 25 കിലോമീറ്റർ 25 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഒരു 30 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ടേബിൾ മൗണ്ടൻ കാണാൻ തുടങ്ങും. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ അങ്ങ് ദൂരെ ടേബിൾ മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്. എന്നാണെങ്കിലും ബാക്ക് ഹോം ഒരു നൈസ് ഫീലിംഗ് ആണ്. ഒത്തിരി അനുഭവങ്ങൾ, എന്താ പറയുക, ഒത്തിരി പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, പുതിയ കാഴ്ചകൾ. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടില്ല, എന്നാലും പുതിയ കാഴ്ചകൾ. വൈൽഡ് ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. നമുക്ക് എല്ലാ ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റി. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വൈൽഡ് ലൈഫും ഒക്കെ കൂടിയതാണല്ലോ, അതെല്ലാം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെ ഇപ്പം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യാം. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. ഇന്നത്തെ കൂടുതലും മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റി. എന്നിരുന്നാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി അധികം സന്തോഷം. എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കൺസേണിനെ കുറിച്ച് ഞങ്ങളെ പിള്ളേരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ കൺസേണൊക്കെ ഞങ്ങളും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എപ്പോഴും ആഫ്രിക്ക ആകുമ്പോൾ അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ശാസിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. എന്നാണെങ്കിലും ഒരു പുതിയ അനുഭവമായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ടേബിൾ മൗണ്ടൻ മഞ്ഞല്ല, ഒരു സ്മോക്കിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുവാണ്. ഇനിയും നമുക്ക് 20 കിലോമീറ്റർ കൂടെ 22 കിലോമീറ്റർ കൂടെ ആയിക്കഴിഞ്ഞാൽ കേപ്പ് ടൗൺ ആയി, നമ്മുടെ വീടെത്തി. അപ്പം And Wasim bro, Yeah. tell me how was the journey? How was Amazing. amazing? We covered how many provinces? 5 provinces, together. Yeah, 5. No, more than 5. 5, okay. Yeah. So it was a nice experience all together. Nali, പിള്ളേർ ഓക്കെ അല്ലേ? നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത് പിള്ളേർക്ക് വല്ല അസുഖം വരുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു അല്ലേ? തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഈ പിള്ളേർക്കും ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്ഥലത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ നാളെ എന്താണെന്നുള്ളത് ഒരു ഭയങ്കര. പിന്നെ ആദ്യമായിട്ടാണ് അവർക്ക് ഈ ആനിമൽ എൻകൗണ്ടർ വരുന്നത്, അതായത് ആനിമലിനെ സ്പോട്ട് ചെയ്യുന്നതും അത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു ആകാംക്ഷയുണ്ട്. ഒരു എപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടല്ലോ ഈ ഗെയിം ഡ്രൈവിനൊക്കെ പോകുമ്പോൾ. ആ രീതിയിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാണെങ്കിലും നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളും ചെറുപ്പത്തിലെ പാരൻസിൻ്റെ കൂടെ പോയി ചെയ്ത യാത്രകളും കണ്ട സിനിമകളും പോയ സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെയും ചെറുപ്പം നല്ല ഓർമ്മകളുടെ ഭാഗം.
അപ്പോൾ അത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. പിന്നെ ഇവരൊക്കെ പെട്ടെന്ന് വളർന്ന് വലുതായി പോകും. പിന്നെ ഇവരൊന്നും നമുക്ക് കിട്ടിയല്ല, നമ്മുടെ പേരൻസിന് പോലും നമ്മളെ കിട്ടാനില്ല. അപ്പോൾ ഇവരുടെ കാര്യം പറയണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം സാൻസി രണ്ടും ഉറക്കണോ? എയർ കാഫേ സാൻസി എന്നെ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങും അല്ലേ? ഡാർലി അവസാനത്തെ 2-3 എപ്പിസോഡായിട്ട് വളരെ ക്വയറ്റായി പോയെന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതെ അതെല്ലേ. പിന്നെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഡിസ്കഷനും ഞങ്ങൾ ഒരേ മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. വസീം ആൻഡ് we are planning another trip together, no Wasim? Yeah, we're gonna go to Mozambique, yeah. And Kilimanjaro, yes. See, പുള്ളി ട്രാവലിനോട് ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ബിയോണ്ട് ദ ബോർഡറിൻ്റെ ഭാഗമായതും അതുകൊണ്ട് തന്നെയാണ്. പുള്ളിക്ക് ആഫ്രിക്കയിലുള്ള എക്സ്പീരിയൻസ്, പുള്ളി ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ യാത്രയുടെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പം ബിയോണ്ട് ദ ബോർഡേഴ്സിൻ്റെ ജോനാസ്ബർഗ് സൈഡിൽ എൻ്റെ ഒരു സ്ട്രോങ് ഹാൻഡാണ് വസീമ. പിന്നെ പുള്ളിയുടെ ഒരു കെയർ, നമ്മളെപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എത്ര കെയർ ചെയ്യാൻ പറ്റും, അവരെ എത്ര ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിനും പുള്ളി നമ്മുടെ കൂടെ നിന്ന് ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എടുക്കാനും പിടിക്കാനും ക്യാമ്പ് സെറ്റ് ചെയ്യാനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ആളെ കൂടെ കിട്ടിയാലേ നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുള്ളൂ. ആ രീതിയിൽ വസീമ നല്ല കമ്പനിയായിരുന്നു, നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പീസ്ഫുള്ളായിരുന്നു. ഡാർലിയെ സംബന്ധിച്ചുമൊക്കെ കുറച്ചും കൂടെ സമാധാനമായിട്ട് എന്താ പറയുക, ഡാർലിയുടെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളുമായിട്ട് ഇരിക്കാൻ പറ്റി. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഡാർലി അവിടെ നോക്ക് ഇവിടെ നോക്ക് ഇന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക അതൊക്കെ ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡാർലി കുറേ കുറഞ്ഞു കിട്ടി. ഓക്കെ ഡാർലി എല്ലാ സാധനവും എടുത്തോ? നമ്മളെല്ലാ സാധനം ഇറക്കി കേട്ടോ, വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം ഇറക്കി. സാൻസിയ എല്ലാം ചെക്ക് ചെയ്തോ? എല്ലാ സാധനം വണ്ടി എം ടി ആക്കി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാവേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു. ഫൈനലി ബാക്ക് ഹോം. ഡാർലി എന്തി പിള്ളേരെന്തി വീട്ടിൽ തിരിച്ചെത്തി. വണ്ടി തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. എന്നാണെങ്കിലും വളരെ ഭയങ്കര ഒരു കുറേക്കാൾ ഞങ്ങളുടെ ഓർമ്മയിൽ എന്ന് നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. പിള്ളേരെ സംബന്ധിച്ചാണെങ്കിലും ആസ് എ ഫാമിലി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന യാത്രയായിരുന്നു. പിന്നെ വസീമിന് കുറച്ച് കമ്പനിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് നാളെയും കൂടെ വസീം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വസീം തിരിച്ചു പോകും. എന്ത് മിസ്സസ് ഡാർലിംഗ് മൈ ട്രാവൽ പാർട്ട്ണർ. അപ്പം പിള്ളേരും ഹാപ്പിയാണ്. വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം. ഒരാൾ നെറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു. ഇവിടെ ഇൻ്റർനെറ്റിൽ അവന് കുറച്ച് അവൻ്റെ ടി വിയും കാര്യങ്ങളുമായിട്ട് അവന് ആയിരിക്കുന്നു. അപ്പം അതൊക്കെയായിരുന്നു. എന്നാണെങ്കിലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പം നമുക്ക് അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അടുത്തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജോലി, ലീവ്, പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സീരീസിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. പുതിയൊരു സീരീസുമായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ കേപ്പ് ടൗണിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ. ആഹാ, എല്ലാവരും ഉണ്ടോ? ഓക്കെ, ഇത്രയും ദിവസം ബൈ പറയാൻ നിങ്ങളുണ്ടായിട്ട് ഇന്നായിട്ട് ഇല്ലാതിരിക്കരുതല്ലോ. അപ്പം അതെ, പേരക്കായും കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നു അല്ലേ? പേരക്കായും കോവയ്ക്കായൊക്കെ ഒത്തിരി വീണ് കിടക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറച്ചധികം ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ പുല്ലൊക്കെ വളർന്നു, ഭയങ്കരമായിട്ട് വീണ് കിടന്നു. കോവയ്ക്കൊക്കെ ഇഷ്ടംപടി ഉണ്ടായി കിടക്കുന്നു. ഇതുണ്ടോ, ഇഷ്ടംപടി ഉണ്ടായി. ഈ ഭാഗത്ത് നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഒത്തിരി പേരയ്ക്ക ഉണ്ടായി, അതുമെല്ലാം വീണ് കിടക്കുന്നു. ജസ്റ്റ് നല്ല മഴയുണ്ടായിരുന്നു. പേരയ്ക്കൊക്കെ ഇതിൻ്റെ വീണ് കിടക്കുമായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ പറിച്ചു. ആപ്പിളാണെങ്കിലും ആഫ്രിക്കയിലും ചെറുതായിട്ട് ആപ്പിൾ, നമുക്കൊരു ആപ്പിളിൻ്റെ മരം നമ്മുടെ പുറകിൽ ബാക്ക് യാർഡിലുണ്ട്. അപ്പോൾ അതും റെഡിയായി നിൽക്കുന്നു. ഇത് പിന്നെ ക്യൂൻസ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇതും നിലത്തോടെ എല്ലാം വീണ് കിടക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ.